സെക്രട്ടേറിയറ്റിൽ നിന്നും എടുത്തുചാടി മഹാരാഷ്ട്ര ഡെപ്യൂട്ടി സ്പീക്കർ നർഹരി സിർവാൾ. പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് സെക്രട്ടേറിയറ്റിന്റെ 3-ാം നിലയിൽ നിന്നും ചാടിയത്. താഴെ കിട്ടിയ സുരക്ഷാ വലയിൽ കുരുങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീനാഥ്, അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? എന്തിനായിരുന്നു ഈ പ്രതിഷേധം? വിവരങ്ങൾ എന്താണ്? റിജിത്ത്, ഇന്ന് ഉച്ചയോടെയാണ് മഹാരാഷ്ട്രയുടെ സെക്രട്ടറി അസാധാരണ ഉണ്ടാവുന്നത്. സെക്രട്ടേറിയറ്റിൽ ഇതിനു മുമ്പ് പരാതി പറയാനെത്തിയ പലരും ഈ ബഹുനില കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് എടുത്തു ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, അതിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് അവിടെ ഒരു സുരക്ഷാ നെറ്റ് കിട്ടിയത്. ഇത്തവണ എടുത്തു ചാടിയത് MLA-മാരാണ്. അവർ ആ സുരക്ഷാ നെറ്റിൽ വീണതുകൊണ്ട് അവർക്ക് കാര്യമായ പരിക്കുകളൊന്നും തന്നെ പറ്റിയില്ല. ഡെപ്യൂട്ടി സ്പീക്കറുടെ നേതൃത്വത്തിൽ MLA-മാർ, അതായത് ഭരണപക്ഷത്തെ MLA-മാർ തന്നെ ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്തിയത് ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിച്ചിട്ടുണ്ട്. ഈ പ്രതിഷേധക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇതാണ്: ST വിഭാഗത്തിലേക്ക് സംവരണം കൊടുക്കാൻ വേണ്ടി ധൻഗർ വിഭാഗത്തെ കൂടി ആ വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്താൻ പോകുന്നു, ST വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്താൻ പോകുന്നു എന്നതാണ് സർക്കാർ തലത്തിൽ ഇപ്പോൾ ഉണ്ടായി വരുന്ന ഒരു തീരുമാനം. അത് ഔദ്യോഗികമായി അങ്ങനെ ഒരു തീരുമാനമായി പുറത്തു വന്നിട്ടില്ലെങ്കിലും ധൻഖർ വിഭാഗത്തിന് ST പദവി നൽകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഈ സമുദായം വളരെ കാലമായി സമരം ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു പുതിയ സമുദായത്തെ STയിലേക്ക് കൊണ്ടുവന്നാൽ നിലവിൽ ST വിഭാഗത്തിൽ സംവരണം ലഭിക്കുന്നവർക്ക് അത് മുന്നോട്ട് ആ ആനുകൂല്യം കാര്യമായി ലഭിക്കില്ല എന്നതാണ് ആ വിഭാഗക്കാരുടെ പരാതി. അങ്ങനെയാണ് ST വിഭാഗത്തിലുള്ള ഈ ഡെപ്യൂട്ടി സ്പീക്കറുടെ നേതൃത്വത്തിൽ ഭരണപക്ഷത്തെ തന്നെ MLA-മാർ ഇങ്ങനെ ഒരു വ്യത്യസ്തമായ പ്രതിഷേധത്തിന് സെക്രട്ടേറിയറ്റ് തന്നെ തെരഞ്ഞെടുത്തത്. ഏതായാലും കാര്യമായി പരിക്കുകളൊന്നും പറ്റാത്തതുകൊണ്ട് അവർ അവരുടെ വീടുകളിലേക്ക് തന്നെ, ഓഫീസുകളിലേക്ക് മടങ്ങിയിട്ടുണ്ട്. എന്നാലും ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മറാഠ സംവരണ പ്രക്ഷോഭം വലിയ തലവേദന ഉണ്ടാക്കിയതാണ്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ അടുത്ത് വരുമ്പോൾ മറ്റൊരു സംവരണ പ്രതിഷേധം അത് ഭരണപക്ഷത്ത് തന്നെ ഉണ്ടാവുന്നത് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അത് തിരിച്ചടിയാണ്. ശരി, ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകുകയായിരുന്നു മുംബൈയിൽ നിന്ന്.